കൺമുന്നിൽ കിടപ്പാടം കടലെടുത്തു പോകുന്നത് നോക്കി നിൽക്കുകയാണ് നായരമ്പലത്തെ തീരദേശ ജനത. വർഷാവർഷങ്ങളിൽ സർക്കാർ ചെലവിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കപ്പെടുമെങ്കിലും മണൽഭിത്തിയും തകർത്ത് കടൽ വീടുകളിലേക്ക് ഇരച്ചെത്തും. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് പദ്ധതിയും കടൽഭിത്തി നിർമ്മാണവുമാണ് ഇവിടെ വേണ്ടതെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. കടലിന്റെ കടന്നുകയറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടുപോയ നായരമ്പലത്തുകാരുടെ വീടുകളാണിത്. 15ഓളം വീടുകൾ ഇവിടെ ഇങ്ങനെ നിലംപതിക്കാറായി നിൽക്കുന്നു. ഇക്കൂട്ടത്തിൽ ആൾതാമസമുള്ള ചില വീടുകളുണ്ട്. അതിൽ ഭയത്തോടെ കഴിയുന്ന മനുഷ്യരുടെ സങ്കടങ്ങളുമുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ഇങ്ങോട്ട് ഒഴുകിയിട്ടുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ വരും. കൂടുതൽ ഞങ്ങൾക്ക് ഇതിൽ ഇങ്ങോട്ട് ഒഴുകും. ഞങ്ങളുടെ പെരക്കത്തൂടിയാണ് കിണക്കാൻ പോണൊക്കെ മൊത്തം ഉണ്ട്. ഇവിടെയൊക്കെ ആകെ ഇവിടെയാണ് ആദ്യം വാട പൊട്ടണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പൊളിയാൻ തുടങ്ങും. വെള്ളം ആകെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരുമായിരുന്നു. ആ വാട ഇത് കെട്ടിയേക്കണില്ല. അവിടെയൊക്കെ വീടുകളായിരുന്നു. കുറേ ഒരു 15 വീട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു 3-4 വീട്ടുകാർ ഇപ്പം പോയിട്ടുണ്ട്. ഇവിടെ വിൽക്കതും ഇപ്പം ഇങ്ങനെ എല്ലാവരും വാടകയൊക്കെ പോയി അവിടെയൊക്കെ താമസിക്കുന്നതാണ്. വിൽക്കൊരിടത്തും ഇല്ല ആൾക്കാർ. ഏതായാലും പാവപ്പെട്ട ആൾക്കാർ, ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇവിടെ കിടപ്പുള്ളൂ. ചെല്ലാനം മോഡൽ ടെട്രാപോഡും കടൽഭിത്തി നിർമ്മാണവുമാണ് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ ശാശ്വത പരിഹാരമായി ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ 2026 സംസ്ഥാന ബജറ്റിലും നായരമ്പലത്തിന് പ്രത്യേകം വകയിരുത്തലുകളൊന്നും ഉണ്ടായില്ല. ചെല്ലാനത്തിലെ ചെക്കണകളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അപേക്ഷ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കിടക്കായിരുന്നു. ഈ പെര താന്നാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ അലങ്ങുമ്പോൾ തന്നെ വെള്ളം പിറക്കാത്തതാണ്. തറ പൊട്ടി കാണാൻ പിറക്കാത്തോട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അടി ഉറവ് തന്നെയാണ്. പെര മുന്നോട്ട് കുത്തിയിട്ട് പോയിട്ടുണ്ട്. പൊട്ടൊക്കെ നടക്കണേണ്. വാർക്കമല് പൊട്ടി ഞങ്ങളുടെ. കാലാവസ്ഥാ വ്യതിയാനവും കൊച്ചി തുറമുഖത്തേക്കുള്ള കപ്പൽ ചാലിന്റെ ആഴം വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ കണ്ടെത്തുന്ന പഠനങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും കടലാക്രമണം തടയാനുള്ള സുസ്ഥിര പരിഹാര പദ്ധതികളൊന്നും സർക്കാർ തലത്തിൽ ഇതേവരെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടില്ല. പേടിച്ചാണ് ജീവിക്കണേ. ഓരോ ദിവസങ്ങളിലും തോറും നമ്മൾ കടയടിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കട്ടിലും ഒക്കെ കിടുകിടാക്കിടുങ്ങണേണ്. കരകയറി വരുന്ന കടലിനെ ഭയന്ന് ഒറ്റ രാത്രി പോലും സുഖനിദ്ര കിട്ടാത്തവരുടെ വാർത്തയാണിത്. മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്ന് പ്രായോഗിക സമീപനവും അനുഭാവവും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കടൽ കയറിയ വീടുപേക്ഷിച്ച് പോയവരുടെ നാടായി മാറുന്ന നായരമ്പലത്തു നിന്നും ക്യാമറമാൻ ബിജു തേവരയ്ക്കൊപ്പം ദൂരദർശന് വേണ്ടി ശ്രീജിത്ത് നരിപ്പറ്റ.